പിടിച്ചെന്ന് പറയാനുള്ള അധികാരം എനിക്കുണ്ടോ? അവകാശം എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കിപ്പോ ഫോൺ വേണം. എനിക്ക് വിളിക്കാനുള്ള അധികാരം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്റെ വീട്ടിൽ എനിക്ക് വിളിക്കണം. സുഹൃത്തുക്കളെ, വീണ്ടും വിനായകൻ. ഇപ്പൊ കുറെ നാളായിട്ട് ഇങ്ങനെ കാണാനില്ലായിരുന്നു. ലാസ്റ്റ് മുണ്ടോക്കി കാണിച്ചെന്നുള്ള കേസിലാണ് അവസാനമായിട്ട് നമ്മൾ വിനായകനെ കണ്ടത്. ഇപ്പൊ വീണ്ടും വന്നേക്കണ്. എനിക്ക് തോന്നുന്നു ഇയാൾ മദ്യപിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തീരെ മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ല. ഇയാൾ മദ്യപിക്കാതിരിക്കുന്നതാണ് നല്ലത്. മദ്യം നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതങ്ങ് വിടണം. സത്യം പറഞ്ഞാൽ ഇയാൾക്ക് അതാണ് സംഭവിക്കുന്നത്. ഇയാളെ ഒന്നിലും അഡിക്റ്റ് ആണ്. ഇയാളെ കിളിയൊക്കെ പോയി. അല്ലാത്ത സമയങ്ങളിൽ ഇന്റർവ്യൂലൊക്കെ വരുമ്പോൾ ഭയങ്കര ഡീസന്റ് ആയിട്ട് മാന്യമായിട്ട് വളരെ പക്വതയോടൊക്കെ സംസാരിക്കുന്നത് കേൾക്കാം. കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ല ഇയാളെ പോലെ ഒരു ചെറ്റ ലോകത്തില്ല എന്ന് പറയുന്ന കണക്കാണ് ഇങ്ങനെ അവസ്ഥ. പക്ഷെ ഇങ്ങനെ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് യാതൊരു സിവിക് സെൻസും ഇല്ല, ബോധവും ഇല്ല. ഇയാൾ റോട്ടിൽ കിടന്ന് എന്തും പറയും, മുണ്ടയച്ചിട്ട് കാണിക്കും. തനി ഇയാൾ മദ്യപിച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഉള്ളിലുള്ള ഒരു സാധനം, അയാൾ ഈ സിസ്റ്റത്തിനോടുള്ള വെറുപ്പ്, എതിർപ്പ്, ഇയാൾ ആരെങ്കിലും ചൊടിപ്പിച്ച, ഇയാൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത, അല്ലെങ്കിൽ ഇയാൾ ആ വിദ്വേഷം, ദേഷ്യം, പക, ഈ ആങ്കർ ഒന്നും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വിഷയം. ഇയാൾ യാതൊരു കൺട്രോളും ലെവലും ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് അങ്ങ് മാറും. അങ്ങനെയുള്ള ആൾക്കാർ പൊതുവെ മദ്യപിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇയാളുടെ മെന്റൽ സ്റ്റെബിലിറ്റി ഒന്ന് പരിശോധിച്ച് ഇയാൾ ട്രീറ്റ്മെന്റ് വല്ല എടുക്കണം എന്ന് എനിക്ക് തോന്നണം.